വസന്ത് സിറിയക്ക് UDF ഇപ്പോൾ എന്താണ് പ്രതീക്ഷ? എല്ലാം ഇപ്പോൾ വോട്ടിംഗ് മെഷീനിലായി കഴിഞ്ഞിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകാനുണ്ട് എന്ന വിവരങ്ങളുണ്ടെങ്കിലും വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2019 അപേക്ഷിച്ച് വലിയ കുറവാണ് ഉണ്ടാകുന്നത് എന്നാണ്. എന്ത് സൂചനയാണ്, എന്ത് പ്രതീക്ഷയാണ് UDF-നുള്ളത്? ഡോക്ടർ ലാൽ, ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണുള്ളത്. ഞങ്ങൾ പറഞ്ഞ വിവിധ വിഷയങ്ങൾ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ പറഞ്ഞ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ പൊതുജനം മുഴുവൻ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ, പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാര്യം ഈ ആന്റി ഇൻകംബൻസി ഉണ്ടല്ലോ, ആ ആന്റി ഇൻകംബൻസി കാരണം, കേന്ദ്രത്തിനെതിരായ ആന്റി ഇൻകംബൻസി കാരണം ചില BJP പ്രവർത്തകർ അവർ തീരുമാനിക്കുന്നു ഞങ്ങൾ ആർക്കും കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ വിഷയം ഇപ്പൊ വടകര എടുത്തു നോക്കൂ, അവിടെയും വോട്ടിംഗ് ഷെയർ കുറവാണ്. അപ്പോ ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനം ചലിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും വോട്ടിംഗ് ഷെയർ ശതമാനം കുറഞ്ഞു വരുന്നത് ചില അടിയുറച്ച പാർട്ടി പ്രവർത്തകർ, CPM പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ആന്റി ഇൻകംബൻസി അവരുടെ മനസ്സിലുണ്ട്, എന്നാൽ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ വെളിയിൽ ഇറങ്ങി വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ 6:30 വരെ എന്റെ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അവിടെ കണ്ടത് ഒരു പൊതുജനം, സാധാരണയായി വോട്ട് ചെയ്യാൻ വന്നിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ സാധാരണയായി വോട്ട് ചെയ്യാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നവർ, അവരൊക്കെ, പ്രത്യേകിച്ച് ഒരു വലിയ യൂത്ത് പോപ്പുലേഷൻ, ആ പോപ്പുലേഷൻ വളരെ കൃത്യമായി എവിടേക്ക് എത്തുന്നു? പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് തങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞ വിവിധ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുക്കം രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി പോയിട്ടൊരു പഞ്ചായത്ത് അംഗം പോലും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ, അവരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പ്രസംഗിക്കുകയാണ് മോദി. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു. ഇന്ന് UP പോലും പോളിംഗ് ശതമാനം കുറവാണ്. പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞപ്പോൾ ഒരു ഹൈ പവർ പ്രചരണം, മോദി ഗ്യാരണ്ടി, മോദി കാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഹൈ പവർ പ്രചരണം ഏറ്റിട്ടില്ല എന്ന് BJP ക്യാമ്പിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായതിന്റെ ഭാഗമായാണ് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഏതൊക്കെ രീതിയിൽ വർഗീയത പറയാമോ ആ ഒക്കെ രീതിയിൽ മോദി നേരിട്ടിറങ്ങി പച്ചയ്ക്ക് വർഗീയത പറയാൻ ഡോക്ടർ ലാൽ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. പക്ഷെ മോദിയിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അവിടുത്തെ ശിശുമരണ നിരക്ക് വർദ്ധിക്കുന്നു എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ എന്താ കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങണോ എന്നാണ് മോദി ചോദിക്കുന്നത്. അന്ന് അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ JM ലിന്തോയാണ്. JM ലിന്തോയെ ജെയിംസ് മൈക്കിൾ ലിന്തോ എന്ന് വിളിച്ച് അപമാനിക്കുകയും അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് അവിടുത്തെ ഹിന്ദു മഹാഭൂരിപക്ഷത്തിന് മനസ്സിലാവുകയുള്ളൂ എന്നതുകൊണ്ട് ജെയിംസ് മൈക്കിൾ ലിന്തോയും സോണിയാ ഗാന്ധിയും പള്ളിയിൽ വെച്ച് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു നടന്ന ആളാണ് നരേന്ദ്രമോദി. മോദിയിൽ നിന്ന് നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ വളരെ കൃത്യമായി മോദി മീഡിയ എങ്ങനെയാണോ മോദി മീഡിയ ആയി മാറിയത്, അതുപോലെ ഇലക്ഷൻ ഏജൻസി, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായി മാറിയിരിക്കുന്നു? മോദിയുടെ കമ്മീഷനായി മാറിയിരിക്കുന്നു. മോദിക്ക് വേണ്ടി വിട്ടുപണി ചെയ്യുന്നവരായി അവർ മാറി എന്നതിന്റെ തെളിവാണ്. ഏറ്റവും ഒടുക്കം സുപ്രീം കോടതിയിൽ വിവിധ ഹർജികൾ വരുന്നു. കോൺഗ്രസ് നേരിട്ട് 1.5 ലക്ഷത്തോളം പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിന് ഒടുക്കമാണ് രക്ഷയില്ലാതെ, അപ്പോഴും അവിടെ ഒരു ബാലൻസിങ് നടത്തി രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കുകയാണ്. ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് അവരൊരു ബാലൻസിങ് നടത്തുന്നത്. അതടക്കമുള്ള വിവിധ വിഷയങ്ങൾ സ്വാഭാവികമായും പൊതുജനം. വസന്ത്, ഞാൻ ഒന്നിടപെടുന്നത്, ഇതൊക്കെ പൊതുവെ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന കോൺഗ്രസിന്റെ വാദങ്ങൾ ആണ്. പ്രതിപക്ഷവും ഇതിൽ പലതിനോടൊപ്പം തന്നെയുണ്ട്. ഇന്ത്യ മുന്നണി തന്നെ ഇതിനെ പലതിനെയും അംഗീകരിക്കുന്ന കാര്യങ്ങളുമാണ് എന്നുള്ളതിരിക്കെ, ഞാൻ കേരളത്തിൻ്റെ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കേരളം ഇപ്പോൾ 70% പോളിംഗിലേക്ക് ഔദ്യോഗികമായി എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും അവസാനം ഇനിയിപ്പോൾ എത്ര കൂടിയാലും അതൊരു വലിയ വർധനവിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തെ ഒരു 77.7% എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണത്തെ ആവേശം വോട്ടർമാർക്ക് ഇത്തവണ ഇല്ലാതെ പോയോ എങ്കിൽ അതിന് എന്താണ് കാരണം? വിധിയിലും ആ ആവേശക്കുറവ് കാണാൻ ആകുമോ? അല്ല ഡോക്ടർ ലാൽ, അങ്ങ് എത്രയോ തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിയിട്ടുള്ള, അതിനെ വിശകലനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, അങ്ങേക്ക് മനസ്സിലാവാത്തതല്ലോ.
അതായത് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. ആ ആന്റി ഇൻകംബൻസിക്ക് ഉണ്ടായത് ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് എന്നുള്ളതാണ്. ആ റിവേഴ്സ് എഫക്റ്റ് ഈ ആന്റി ഇൻകംബൻസി ഏത് പാർട്ടിയുടെ ആണോ, സംസ്ഥാനത്ത് അത് CPM-ന്റെ ആണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, CPM പ്രവർത്തകർ, അടിയുറച്ച ചില CPM പ്രവർത്തകർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നില്ല. എന്റെ ബൂത്തിലടക്കം എത്രയോ CPM പ്രവർത്തകർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല, ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല. അതായത് ഒരു 7-8% വോട്ട്, ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര വോട്ടാണെന്നൊക്കെ വസന്തിനെ പോലെ ഒരാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ഒരു 7-8% വോട്ടുകൾ CPM-ന്റെ വോട്ടുകളായി തന്നെ കുറഞ്ഞ് മാറി അവർ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത് മാത്രമല്ല, അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇവിടെ നിന്നൊരു ജനറേഷൻ ഷിഫ്റ്റ് വളരെ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. UK അടക്കം കാനഡ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വലിയൊരു ജനറേഷൻ ഷിഫ്റ്റ് അതുണ്ടായിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം, അതായത് 2019 2021 കഴിഞ്ഞ് പെട്ടെന്നൊരു തലമുറ ഇവിടെ ഉണ്ടായി, അങ്ങ് ഷിഫ്റ്റ് ആയി എന്നാണോ പറയുന്നത്? അല്ലല്ല, 5 വർഷത്തിനിടയിൽ എത്രയോ പേർ രാജ്യം വിട്ടു പോയിരിക്കുന്നു. വിവിധ ഏജൻസികളുടെ കണക്കുണ്ട്. 30 ലക്ഷം പേരാണ് രാജ്യം വിട്ട് തന്നെ പോയിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം കേരളത്തിൽ നിന്ന് രാജ്യം വിട്ടു പോയിട്ടുള്ളവരാണ്, രാജ്യം വിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളവരാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ 7% എത്തപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വലിയ അതിശയോക്തിയാണ് അഡ്വക്കേറ്റ് വസന്ത്. അതൊരു 1% എന്ന് പറയുന്ന വോട്ട് തന്നെ എത്രമാത്രം വരും എന്നുള്ളത് ഞാൻ താങ്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ CPM-കാർ മാറി നിൽക്കുകയും ബാക്കിയുള്ളവരൊക്കെ വിദേശത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടാണ് 2019 അപേക്ഷിച്ച് ഇപ്പോൾ ഇത്ര ശതമാനം കുറവ് വരുന്നത്. ബാക്കിയെല്ലാം പഴയതുപോലെയാണ്. അതുകൊണ്ട് 2019 അതേ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലുള്ളത്.